Hi dears, welcome to ACE4 Biology Academy. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എടുത്താലോ. ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ഇൻ സം ഈവെന്റ്സ്, ഒരു കല്യാണം അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ പാർട്ടി, എനിത്തിങ്. സോ യു ആർ ഗോയിങ് സം ഈവെന്റ്, സോ യു ആർ ഹാവിങ് സം, എന്താണ്, നമ്മൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നു അല്ലേ. ഒരു കല്യാണത്തിന് പോവാഴ്ച നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യും, എല്ലാം കാഴ്ചകൾ കാണും. പിന്നെന്താണ്, മേളങ്ങൾ കേൾക്കും, കല്യാണ മേളങ്ങൾ, അതും പിന്നെന്താണ്, സ്മെല്ല് അല്ലേ, നല്ല ഫുഡിൻ്റെ സ്മെല്ലും വരും. പിന്നെ നമ്മൾ സദ്യയുടെ സമയത്ത് എന്ത് ചെയ്യും, യെസ്, എന്ത് ചെയ്യും, നമ്മൾ ഈ ഇലയിലിട്ട് കുറേ സദ്യകൾ കാണുമ്പോൾ എന്താണ്, നമ്മളത് ആസ്വദിച്ച് കഴിക്കില്ലേ. എസ്പെഷ്യലി പായസമൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് സെൻസ് ഓർഗൻസ് വി ആർ ഏബിൾ ടു ഗെറ്റ് ദിസ് ഓൾ സെൻസസ് അല്ലേ. ഇതെല്ലാം സെൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ സെൻസ് ഓർഗൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ നമ്മൾ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടില്ലേ. യെസ്, ഇതിൽ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണ് ഉള്ളത്. ഐസ്, നോസ്, ഇയേഴ്സ്, ടങ്, സ്കിൻ. ഐസ് എന്തിനാന്ന് അറിയാലോ നമുക്ക്, യെസ്, ടു സീ ദ തിങ്സ് ഓൾ. പിന്നെന്താണ്, നോസ് എന്താണ്, ടു സ്മെൽ. പിന്നെന്താണ്, ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി, ടു ഹിയർ സംതിങ് സൗണ്ട്സ്, റൈറ്റ്. എന്താണ് ടങ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ, ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതാണ് ടങ്ങിന്റെ ഫങ്ഷൻ. പിന്നെന്താണ്, സ്കിൻ, യെസ്, ടു ഫീൽ ദ അല്ലേ. പെട്ടെന്ന് നമ്മൾ അറിയാതെ, അമ്മ ഇവിടെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടോ, അറിയാതെ ഇങ്ങനെ കൈ തട്ടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞൊരു കൈ മാറ്റില്ലേ. ദാറ്റ് ഇസ് വൈ, ബിക്കോസ് ഓഫ് ദ ഫീൽ. സ്കിൻ ഇസ് എ സെൻസ് ഓർഗൻ, യു ആർ ഏബിൾ ടു ഫീൽ ദാറ്റ് പെയിൻ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അത് കൈയെടുത്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സെൻസ് ഓർഗൻസിൽ പഠിച്ചത്. അടുത്തത്, ഈ സെൻസ് ഓർഗൻസിന് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, എ സെൻസ് ദാറ്റ് ഇവോക്സ് ദ റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന സെൻസസിനെ പറയുന്നതാണ് സ്റ്റിമുലൈ. അത് സെൻസസ് ആണ് എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിനെ ഇവോക്ക് ചെയ്യുന്നത്. അത് പറയുന്നതാണ് സ്റ്റിമുലൈ. ഓക്കെ, ഈ സ്റ്റിമുലൈ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആയിരിക്കും. ഒരെണ്ണം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിലുള്ള പറഞ്ഞ വിശപ്പ് വരുന്നില്ലേ, വിശപ്പ് വരുന്നത് കൊണ്ടാണ് യു ആർ ഫീലിംഗ് ഹംഗ്രി, ദാറ്റ്സ് വൈ യു ആർ ഹാവിങ് ഫുഡ്. ആ ഒരു സ്റ്റിമുലൈ ഉള്ള കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ടച്ച്. സോ ദീസ് ആർ ഓൾ ഇന്റേണൽ സ്റ്റിമുലസ് ആണെന്ന് പറയുന്നത്. ഇൻഫെക്ഷൻസ്, പിന്നെന്താണ്, വെള്ളം ദാഹിക്കുന്നത്, നമ്മൾ കുറേ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ഇന്റേണൽ സ്റ്റിമുലസ്, ദാറ്റ് ഈസ് ഐ ആം സോ ടയർഡ് അല്ലേ, ക്ഷീണം തോന്നിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. എന്തുകൊണ്ടാണ് നമ്മൾ എങ്ങനെ അറിയുന്നത്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്റേണൽ സ്റ്റിമുലൈ. പിന്നെ പറയുന്നതാണ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ കിട്ടുന്ന സ്റ്റിമുലസ് ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് സൗണ്ട്, ഹീറ്റ്, കെമിക്കൽസ്, പ്രഷേഴ്സ്, കോൾഡ്, റേഡിയേഷൻസ്, ഇതൊക്കെ വരുന്നത് എന്തായിരിക്കും, എക്സ്റ്റേണൽ സ്റ്റിമുലസ്. പറഞ്ഞ ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ളിലുള്ള സ്റ്റിമുലസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ദ സറൗണ്ടിങ്സ്, അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഓക്കെ, അപ്പോൾ സ്റ്റിമുലസ് എന്താണെന്ന് പഠിച്ചല്ലോ. ദ സെൻസ് ദാറ്റ് ഇവോക്സ് ദ റെസ്പോൺസസ് ഇൻ ദ ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുലൈ. സോ we have 2 types of stimuli, that is internal and external. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾക്ക് റിസപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഓക്കെ, ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനുള്ളിലാണ് ഇവർ കാണപ്പെടുന്നത്. ഓക്കെ, റിസപ്റ്റേഴ്സ് എന്താണ്, സ്പെഷ്യലൈസ്ഡ് സെൽ സ്ട്രക്ചർ വിച്ച് ആർ ഫൗണ്ട് ഇൻ ദ സെൽ മെംബ്രെയിൻ. പിന്നെ ഇവർ മെയിൻലി ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഇത് കമ്പോസ് ചെയ്ത് റിസപ്റ്റേഴ്സിന്. പിന്നെ ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലുണ്ട്, അതുപോലെ തന്നെ എന്താണ്, അതർ ബോഡി പാർട്സിലും ഉണ്ട്. അതാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ
ഇവർ സിഗ്നൽ ട്രാൻസ്ഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ സ്റ്റിമുലസിനെ എങ്ങോട്ട് കൊണ്ടുപോകണം? ആ, ബ്രെയിനിലേക്ക് എത്തിക്കണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? റിസപ്റ്റേഴ്സ്. അപ്പോൾ സ്റ്റിമുലൈ കിട്ടി, ഇനി ഈ സ്റ്റിമുലസിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? റിസപ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ സ്റ്റിമുലസ് ഈ റെസ്പോൺസസ് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തില്ല. there is one more thing in between that. okay, ഫസ്റ്റ് നമ്മൾ സ്റ്റിമുലസ് കിട്ടി, ഇനി ഈ സ്റ്റിമുലസിന് എന്ത് ചെയ്യണം? കിട്ടിയ സ്റ്റിമുലസിന് എന്ത് ചെയ്യണം? ഈ സിഗ്നൽസ് എങ്ങോട്ട് പാസ് ചെയ്യണം? ബ്രെയിനിലേക്ക് പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിസപ്റ്റേഴ്സ്. അപ്പൊ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ കാണും? നമ്മുടെ സെൻസ് ഓർഗൻസിലും കാണും, അതുപോലെ തന്നെ അതർ ബോഡി പാർട്സിലും കാണും. ഓക്കെ, പിന്നെ ഈ റിസപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഏതാണ്? റിസപ്റ്റേഴ്സ് സിഗ്നൽസ് കൊണ്ടുപോയി. ഇനി ഈ സിഗ്നൽസ് എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് 3 പാർട്സ് ആണ് മെയിൻലി മേഡപ്പ് ഓഫ്: ബ്രെയിൻ, spinal cord and nerves. Okay, receptors എന്ത് ചെയ്യും? ഇവര് സിഗ്നൽസിനെ റിസീവ് ചെയ്യും and they try to generate the impulses. ഈ impulses generate ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? നെർവസ് സിസ്റ്റം വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡപ്പ് ഓഫ് 3 പാർട്സ് ആണ്. എന്താണ്? ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സ് ആണ്. അപ്പൊ നമ്മുടെ നെർവ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സിഗ്നൽസിനെ എങ്ങോട്ട്? മേ ബി എന്താണ്? ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഇമ്പൾസസ് ആയിരിക്കാം. ഈ ഇലക്ട്രിക് ഇമ്പൾസസ് എങ്ങോട്ട് കൊണ്ടു ചെല്ലണം? നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടു ചെല്ലണം. ബ്രെയിൻ ആൻഡ് ഓൾ അതർ ബോഡി പാർട്സിലേക്ക് കൊണ്ടു ചെല്ലണം. അതുകൊണ്ട് ഈ സിഗ്നൽസ് പാസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രെയിനിലേക്ക് അതർ ബോഡി പാർട്സിലേക്ക് ഈ സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏബിൾ ടു മൂവ്, ഏബിൾ ടു ബ്രീത്ത്, ഏബിൾ ടു ഗ്രോ, ഇതൊക്കെ ഏബിൾ ടു സ്പീക്ക്, ഇതൊക്കെ എന്താണ്? ഏബിൾ ടു സീ. ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പൊ മെയിൻ ഫങ്ഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആക്ഷൻസ്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് സെൻസ് ഓർഗൻസ്, എന്താണ് സ്റ്റിമുലൈ, എന്താണ് റിസപ്റ്റേഴ്സ്, എന്താണ് നെർവസ് സിസ്റ്റം? ഓക്കെ, നമുക്കത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാമേ. അപ്പൊ ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കും. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് റിസപ്റ്റേഴ്സ്, എന്താണ് വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദി നെർവസ് സിസ്റ്റം. ഓക്കെ, എന്തൊക്കെ പാർട്സ് ആണ് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്? ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സെൻസ് ഓർഗൻസ് എന്താണെന്ന് അറിയാലോ. സെൻസ് ഓർഗൻസ് 5 എണ്ണം ഉണ്ട്. അത് നിങ്ങൾ when you are small you are learning that. അപ്പൊ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. അപ്പൊ ഈ സെൻസ് ഓർഗൻസ് ആണ് എന്ത് ചെയ്യുന്നത്? the senses evokes the responses in organisms. ഒരു ഓർഗാനിസത്തിലെ റെസ്പോൺസ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? സെൻസസ്. എന്നിട്ട് കിട്ടുന്ന ഓർഗാനിസത്തിൽ ഇവോക്ക് ചെയ്യുന്ന റെസ്പോൺസിൽ നമ്മൾ പറയുന്നത് സ്റ്റിമുലൈ. അപ്പൊ നമുക്ക് 2 തരം സ്റ്റിമുലൈ ഉണ്ട്. ദാറ്റ് ഈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിമുലസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് വിശക്കുന്നു, അതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ സ്റ്റിമുലസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏബിൾ ടു ഹാവ് എ ഫുഡ്. ഈ സ്റ്റിമുലസ് ഒക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എന്താ ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല, എന്താണ് എനർജി ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വി ആർ ഹാവിങ് അവർ ഫുഡ്, വി ആർ ഏബിൾ ടു ഡ്രിങ്ക്, ഓക്കെ, വി ആർ ഏബിൾ ടു മൂവ്. അതാണ് എന്താണ് നമ്മുടെ ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയും. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് വരുന്നു. നമ്മൾ പുറത്ത് പോകുമ്പോൾ ചൂടൊക്കെ ഫീൽ ചെയ്യില്ലേ? അതെന്തുകൊണ്ടാ? വിവിധ ഹീറ്റ്. പിന്നെ പെട്ടെന്ന് നമ്മൾ തണുപ്പ് കണ്ടെങ്കിൽ എന്താണ്? ഔട്ട്സൈഡ് ക്ലൈമറ്റ് ഇസ് സോ കൂൾ, സോ യു മൈ ഫീൽ ദാറ്റ് ടെമ്പറേച്ചർ, റൈറ്റ്? ഇതെല്ലാം എന്താണ്? ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്.
ഇനി ഈ സ്റ്റിമുലസ് ഒക്കെ ഈ സ്റ്റിമുലൈനെ നമുക്ക് കിട്ടിയ റെസ്പോൺസിനെ എങ്ങോട്ട് എത്തിക്കണം? ഇവിടെ നമുക്ക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് അല്ലേ? ഈ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ കാണും? നമ്മുടെ സെൻസ് ഓർഗൻസിലും കാണും, അതുപോലെ തന്നെ അതർ ബോഡി പാർട്സിലും കാണും. ഓക്കെ, ഈ സ്റ്റിമുലസ് നിന്ന് കിട്ടിയ സാധനം, ഈ സിഗ്നൽസ്, ഇവരെ മെയിൻ ഫംഗ്ഷൻ എന്ന റിസപ്റ്റേഴ്സിന് എന്താണ്? സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. അപ്പൊ ഇവർ സിഗ്നൽസ് എന്ത് ചെയ്യും? റിസീവ് ചെയ്തിട്ട് ഈ റെസ്പോൺസിന്റെ സിഗ്നൽസ് എങ്ങോട്ട് കൊണ്ടുപോകണം? മെസ്സേജ് എങ്ങോട്ട് കൊണ്ടുപോകണം? ബ്രെയിനിലേക്ക് കൊണ്ടുപോകണം. ഈ റിസപ്റ്റേഴ്സ് ഡയറക്ട്ലി ബ്രെയിനിലേക്ക് കൊണ്ടുപോകില്ല, പകരം അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നെർവസ് സിസ്റ്റം. അപ്പൊ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? ഇത് ജസ്റ്റ് എന്താണ്? നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് ഇമ്പൾസസ് പാസ് ചെയ്യും, അതാണ് നടക്കുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോർഡ്, നെർവ്സ്. ഇതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? നമ്മളെ മെസ്സേജോ ഇലക്ട്രിക് ഇമ്പൾസസ് എവിടേക്ക് എത്തിക്കും? നമ്മുടെ ബ്രെയിനിലേക്ക്, അതുപോലെ തന്നെ അതർ ബോഡി പാർട്സിലേക്ക് എത്തിക്കും. ഈ സിഗ്നൽസ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഏബിൾ ടു മൂവ്, വി ആർ ഏബിൾ ടു സ്പീക്ക്, വി ആർ ഏബിൾ ടു സീ ആൻഡ് വി ഏബിൾ ടു എന്ത് ചെയ്യാൻ പറ്റും? വി ആർ ഏബിൾ ടു ബ്രീത്ത് അല്ലെ? നമുക്ക് ബ്രീത്ത് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. പിന്നെന്താണ്? ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തായിരിക്കും? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് സെൻസ് ഓർഗൻസ്? അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് 1 വെയിറ്റേജിനൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ കേട്ടോ, എന്താണ് റിസപ്റ്റേഴ്സ് എന്താണ്? അപ്പൊ നമ്മൾ എഴുതേണ്ടത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഓക്കെ, പിന്നെ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ്? വാട്ട് ഇസ് nervous system ചോദിച്ചു കഴിഞ്ഞാൽ nervous system is made up of 3 parts, that is brain, spinal cord, nerves. And what is the function of the nervous system ചോദിച്ചു കഴിഞ്ഞാൽ control and coordination. ഇത്രയും ജസ്റ്റ് 1 വെയിറ്റേജിന് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ന്യൂറോൺസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായി ഈ ടോപ്പിക് നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.